നമസ്കാരം സുഹൃത്തുക്കളെ, കാരുണ്യ ഫിനാൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരും വീട് ലോൺ, വാഹന ലോൺ, പേഴ്സണൽ ലോൺ, ഗോൾഡ് ലോൺ എന്നിവ എടുത്തിട്ടുള്ളവരാണ്. പക്ഷേ വായ്പ എടുത്താൽ നമുക്കുള്ള അവകാശങ്ങൾ, ബാങ്കിനുള്ള പരിധികൾ, ഇതൊക്കെ അറിയാതെ പലരും വലിയ പ്രശ്നങ്ങളിൽ പെടുന്നു. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. ഒന്നാമതായി, വായ്പ എടുത്താൽ ബാങ്കിന് എന്തൊക്കെ ചെയ്യാം? ബാങ്കിന് അടക്കാത്ത സാഹചര്യത്തിൽ നോട്ടീസ് അയക്കാൻ അവകാശമുണ്ട്. പക്ഷേ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ, അപമാനിക്കാൻ, വീട്ടിൽ കയറി ശല്യം ചെയ്യാൻ ബാങ്കിനോ റിക്കവറി ഏജന്റിനോ ഒരു അവകാശവുമില്ല. ഇത് RBI നിബന്ധനകൾ പ്രകാരം പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. രണ്ടാമതായി, റിക്കവറി ഏജന്റ് ശല്യം ചെയ്താൽ എന്ത് ചെയ്യണം? റിക്കവറി ഏജന്റ് അശ്ലീലമായി സംസാരിച്ചാൽ, രാത്രി സമയത്ത് വിളിച്ചാൽ, വീട്ടിൽ വന്ന് ബഹളം വെച്ചാൽ നിങ്ങൾക്ക് ബാങ്കിൽ എഴുത്തുപരാതി നൽകാം. RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാനിൽ പരാതി നൽകാം. ആവശ്യമായാൽ പോലീസ് സ്റ്റേഷനിലും കേസ് നൽകാം. മൂന്നാമതായി, അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ, ജോലി പോയാൽ, അസുഖം വന്നാൽ, വരുമാനം കുറഞ്ഞാൽ ബാങ്കിനോട് ഒളിച്ചോടരുത്. ബ്രാഞ്ചിൽ ചെന്ന് എഴുത്തിൽ അറിയിക്കുക. പുനഃക്രമീകരണം, മൊറട്ടോറിയം, റീഷെഡ്യൂൾ ഇതൊക്കെ നിയമപരമായി നിങ്ങൾക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. നാലാമതായി, CIBIL സ്കോർ നശിച്ചാൽ എന്ത് സംഭവിക്കും? മുടങ്ങിയാൽ CIBIL സ്കോർ പിന്നീട് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാകും. ക്രെഡിറ്റ് കാർഡ് നിരസിക്കപ്പെടും. പക്ഷേ CIBIL സ്കോർ ജീവിതാവസാനം നശിക്കുമെന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ശരിയായ രീതിയിൽ പേയ്മെന്റ് തുടങ്ങിയാൽ സ്കോർ തിരികെ ഉയരും. അഞ്ചാമതായി, ലീഗൽ നോട്ടീസ് വന്നാൽ പേടിക്കണോ? നിയമപരമായ അറിയിപ്പ്. ഭ്രമിക്കേണ്ട, അത് ഒരു മുന്നറിയിപ്പാണ്, കേസിന്റെ അവസാനമല്ല. ഉടൻ ബാങ്കുമായി സംസാരിക്കുക. ലോൺ അഡ്വൈസർ സഹായം തേടുക. അവസാനം, വായ്പ എടുക്കുന്നത് കുറ്റമല്ല. പക്ഷേ നിയമങ്ങൾ അറിയാതെ ഭയന്ന് ജീവിക്കുന്നത് നമ്മുടെ നഷ്ടമാണ്. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ അറിയണം. ഇത്തരം സാമ്പത്തിക നിയമവിവരങ്ങൾ തുടർച്ചയായി എത്തിക്കുന്ന ചാനലാണ് കാരുണ്യ ഫിനാൻസ് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.